മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेला निर्मितधूम्रलोचनवधे हे चण्डमुण्डाग्निनी निःशेषीकृतरक्तबीजदनुजे नित्ये निशुम्भापहे ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവീമാഹാത്മ്യം 3-ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. ദേവിയും മഹിഷാസുരൻ്റെ സേനകളും തമ്മിലുള്ളതായിട്ടുള്ള യുദ്ധം കുറേ കഴിഞ്ഞു. സൈന്യങ്ങളൊക്കെ നശിച്ചു. അങ്ങനെ സൈന്യങ്ങളൊക്കെ നശിച്ചു കണ്ടപ്പോൾ മഹിഷാസുരൻ്റെ സേനാധിപതിയായിട്ടുള്ളതായിട്ടുള്ള ചക്ഷുരൻ യുദ്ധത്തിനായിട്ട് ദേവിയോട് നേരിട്ട് യുദ്ധത്തിനായിട്ട് വന്നു എന്നാണ് ഇനി പറയുന്നത്. നിഹന്യമാനം സൈന്യം അവലോക്യ മഹാസുര സേനാനീശ്ചിക്ഷുര കോപാദ് യയോ യോത്തുമഥാംബികം. അഥ അനന്തരം ചിക്ഷുര സേനാനീ ചിക്ഷുര മഹിഷാസുരൻ്റെ സേനാനിയായിട്ടുള്ള ചിക്ഷുരൻ എന്നുള്ള മഹാസുര സേനാനീഹി ചിക്ഷുര. മഹാസുരനായിട്ടുള്ള സേനാനിയായ ചിക്ഷുരൻ അവലോക്യ കണ്ടിട്ട് എന്താണ്? നിഹന്യമാനം തത്സൈന്യം ആ സൈന്യം ഒക്കെ ദേവിയാൽ ഹനിക്കപ്പെടുന്നതായിട്ട് കണ്ടിട്ട്, ദേവി എല്ലാ സൈന്യത്തെയും ഹനിക്കുന്നത് കണ്ടിട്ട് ആ സേനാനിയായിട്ടുള്ള ചിക്ഷുഷൻ അവലോക്യ കണ്ടിട്ട് മഹാസുര സേനാനീഹി ചുക്ഷുര കോപാത് കോപം കൊണ്ട് യോദ്ധും ജയൗ അംബികയോട് യുദ്ധം ചെയ്യാനായിട്ട് അംബികയോട് നേരിട്ട് യുദ്ധം ചെയ്യാനായിട്ട് അംബികയുടെ സമീപത്തേക്ക് യയൗ ചെന്നു എന്നാണ്. സ ദേവീം ശരവർഷേണ വവർഷ സമരേ സുരഃ യഥാ മേരുഗിരേ ശൃംഗം തോയവർഷേണ തോയദഃ. സഹ ആ ചിക്ഷുരൻ ദേവിയെ ശരവർഷം കൊണ്ട് ശരങ്ങൾ വർഷിച്ചു. ആ വർഷിക്കണത് മാതിരിയാണ്, മേഘം വർഷിക്കണത് മാതിരിയാണ് ശരങ്ങൾ വർഷിച്ചത് എന്നാണ്. ശരവർഷേണ വവർഷ ശരവർഷം കൊണ്ട് വർഷിച്ചു, ശരങ്ങളാവുന്ന വർഷം കൊണ്ട് വർഷിച്ചു. സമരേ അസുര സമരത്തിൽ ദേവിയായിട്ടുള്ള ഉണ്ടായതായ സമരത്തിൽ അസുരൻ ദേവിയെ ശരവർഷേണ വവർഷ ശരവർഷം കൊണ്ട് വർഷിച്ചു എന്നാണ്. യഥാ മേരുഗിരേഹേ ശൃംഗം തോയവർഷേണ തോയദഃ. യഥാ എപ്രകാരമാണോ തോയദഃ മേഘം, തോയത്തെ നൽകുന്നത് മേഘം മേരുഗിരേഹേ ശൃംഗം ഇവ മേരുപർവ്വതത്തിൻ്റെ മേരുപർവ്വതത്തിൻ്റെ ശൃംഗത്തെ തോയവർഷേണ ജലം വർഷിക്കുന്നത് പോലെ അതായത് അത്ര ഉയരത്തിലുള്ളതായിട്ടുള്ള ആ മേരുപർവ്വതത്തിൽ തോയത മേഘം വർഷിക്കുന്നത് പോലെ ഈ ചിക്ഷുരൻ ദേവിയുടെ മേൽ ശരവർഷങ്ങൾ പൊഴിച്ചു എന്നാണ്, ശരങ്ങൾ വർഷിച്ചു എന്ന്. തസ്യ ചിത്വാ തതോ ദേവി ലീലയൈവ ശരോത്കരൻ ജഘാന തുരകൻ ബാണൈര്യന്താരം ജൈവവാജിനം. തസ്യ ചിത്വാ തതോ ദേവി തതഃ അനന്തരം ദേവി തസ്യ ലീലയായിട്ട് തന്നെ വളരെ ലളിതമായിട്ട് ഒരു തമാശ പോലെ കളി പോലെയാണ്, അത്രയും ഒരു പ്രയാസം ഉണ്ടായില്ല എന്നാണ്. ലീലയെ പോലെ ഇല കൊണ്ട് തന്നെ ലീലയായി തന്നെ ശരോത്കരാൻ ചിത്വ ആ ഉത്കരങ്ങളായിട്ടുള്ള ശരങ്ങളെ അതിതീക്ഷ്ണങ്ങളായിട്ടുള്ള ശരങ്ങളെ ചിത്വ ഛേദിച്ചിട്ട് ദേവിയുടെ നേരിട്ട് വന്നതായിട്ടുള്ള ആ ശരങ്ങളെയൊക്കെ ദേവി മുറിച്ചു എന്നാണ്. ദേവിയുടെ ശരങ്ങളെ കൊണ്ട് ദേവി അവയെല്ലാം മുറിച്ചു. അങ്ങനെ ആ ശരോത്കരാൻ ആ തീക്ഷ്ണങ്ങളായ ശരങ്ങളെയെല്ലാം ശരൈഹി ചിത്വ ശരങ്ങളെ കൊണ്ട് തൻ്റെ ശരങ്ങളെ കൊണ്ട് ഛേദിച്ചിട്ട് മുറിച്ചിട്ട് ലീലയായേവ എങ്ങനെയാണ് വളരെ ലീലയായിട്ട് തമാശ പോലെ വളരെ കളി ആയിട്ടാണ് ഛേദിച്ചത്, ഒരു പ്രയാസവും കൂടാതെ ഉണ്ടാകുന്നതാണ്. തൻ്റെ ബാണങ്ങളെ കൊണ്ട് ആ അസുരൻ്റെ ബാണങ്ങളെയെല്ലാം ഛേദിച്ചു എന്നാണ്. എന്താരം ജൈവ വാജിനം ഇനി കുതിരയെയും കൊന്നു, കുതിര വാജിയെയും എന്താരം ച ആ അപ്പം തേര് തെളിക്കുന്നതായിട്ടുള്ള
യന്താവിനെയും ഛേദിച്ചു. എല്ലാവരെയും എന്താന്ന് വെച്ചാൽ നടത്തുന്നവൻ, പോകുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പം അവിടെ തേര് തെളിക്കുന്നതായിട്ടുള്ള സൂതനെയും വസിച്ചു ദേവി എന്നാണ്. ചിച്ഛേദ ധനുസദ്യോ ധ്വജം ചാതി സമുച്ഛൃതം ദിവ്യാസജൈനം ഗാത്രേഷു ഛിന്നധന്വാനമായു ആശുഗൈഃ. ഇനി ചിച്ഛേദ ധനു സദ്യ, സദ്യ പെട്ടെന്ന് ധനുഹു ചിച്ഛേദ, ആ ചിക്ഷുരൻ്റെ ധനുസ്സിനെ വില്ല് അത് മുറിച്ചു കളഞ്ഞു എന്നാണ്. ശരങ്ങളൊക്കെ എൻ്റെ നേർക്കും എന്തായ ശരങ്ങളെയൊക്കെ മുറിച്ചു, പിന്നെ ആ വില്ല് മുറിച്ചു. ചിച്ഛേദ ധനുഹു സദ്യ, ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ ആ ധനുവിനെയും ഛേദിച്ചു, മുറിച്ചു. ധ്വജം ച സമുച്ഛൃതം, അതിസമുച്ഛൃതം ധ്വജം ച, അതിസമുച്ഛൃതമായിട്ടുള്ള അത്യധികം ഉന്നതമായിട്ടുള്ള വളരെ ഉയരത്തിൽ ഉള്ളതായിട്ടുള്ള കൊടി ആണുള്ളത്. ആ കൊടി അതിനെയും ഛേദിച്ചു. ഉച്ഛൃതം സമുച്ഛൃതം, നല്ല പോലെ ഉയരത്തിലുള്ളതായ ആ ചിക്ഷരൻ്റെ കൊടിയെയും ചിച്ഛേദ ധ്വജത്തെയും ചിച്ഛേദ ഛേദിച്ചു. സമുച്ഛൃതം ധ്വജം ച, വളരെ ഉന്നതമായിട്ടുള്ള ധ്വജത്തെയും കൊടിയെയും ഛേദിച്ചു. ഇനി വിവ്യാസചൈനം ഗാത്രേഷു, ഏനം ഗാത്രേഷു വിവ്യാധ ച, വിവ്യാധ കീറി. ആരെ? ഏനം ഗാത്രേഷു വിവ്യാധ, ഏനം ഇവനെ, അതായത് ഈ സേനാനിയെ ചിക്ഷുരനെ ഗാത്രങ്ങളിലൊക്കെ കീറി മുറിച്ചു എന്നാണ്. ശരങ്ങളെ കൊണ്ട് ചിക്ഷുരൻ്റെ ഗാത്രങ്ങൾ മുഴുവൻ കീറി മുറിഞ്ഞു. വിവ്യാധ ചൈനം ഗാത്രേഷു ഛിന്നധന്വാനം ആശുഗൈഹി, ഛിന്നധന്വാനം ധൻസ് വില്ല് മുറിഞ്ഞതായിട്ടുള്ള ആ ചിക്ഷുരനെ ദേഹത്തിൽ മുഴുവൻ മുറിവേൽപ്പിച്ചു ശരങ്ങളെ കൊണ്ട് എന്നാണ്. ആശുഗൈഹി അസ്ത്രങ്ങളെ കൊണ്ട്, ആശുഖങ്ങളായ വേഗത്തിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള അസ്ത്രങ്ങളെ കൊണ്ട് ഇയാളുടെ മഹാസുരൻ്റെ ചിക്ഷുരൻ്റെ ഗാത്രത്തെ മുഴുവൻ കീറി മുറിച്ചു. യന്താവിനെ തേരാളിയെ കൊന്നു. തേരിൻ്റെ ധ്വജം കൊടി അതും മുറിച്ചു. അങ്ങനെ തൻ്റെ നേരെ വന്നതായിട്ട് അസ്ത്രങ്ങളെയൊക്കെ ആദ്യം ഛേദിച്ചു, പിന്നെ വില്ല് മുറിച്ചു, കൊടി മുറിച്ചു. അത് കഴിഞ്ഞ് വിവ്യാസചൈനം ഗാത്രേഷു, അയാളെ തന്നെ ചിക്ഷുരനെ തന്നെ ഗാത്രത്തിൽ മുഴുവൻ, ശരീരത്തിൽ മുഴുവൻ കീറി മുറിച്ചു. ഛിന്നധന്വാനം ഏനം, ധനു മുറിഞ്ഞു പോയതായിട്ടുള്ള അവൻ്റെ ഗാത്രങ്ങളെ മുഴുവൻ കീറി മുറിച്ചു എന്നാണ്. ആശുഗൈഹി സച്ഛിന്നധന്വാ വിരഥോ ഹതാശ്വോ ഹതസാരഥി അഭ്യധാവത് തതോ ദേവീം ഖഡ്ഗചർമ്മധരോസുരഃ. ഇനി അപ്പോൾ തേരുവിലെ അശ്വങ്ങളൊക്കെ മരിച്ചു, യന്താവും മരിച്ചു, തൻ്റെ വില്ലും പൊട്ടിക്കഴിഞ്ഞു. അപ്പം പിന്നെ എന്താണ് ചെയ്തത്? ഛിന്നധന്വാ സഹ, ഛിന്നധന്വാ ധനുസ് മുറിഞ്ഞതായ ആ അസുരൻ, ഛിന്നധന്വാ ധനുസ് മുറിഞ്ഞതായിട്ടുള്ള ആ അസുരൻ, സഹ വീരഥ, രഥമില്ലാതായിട്ട്, രഥവും പോയി എന്ന് പറയുമല്ലോ, രഥത്തിലെ കുതിരകളൊക്കെ പോയി. വിരഥ ഹതാശ്വ, കൊല്ലപ്പെട്ടതായ അശ്വങ്ങളോടുകൂടി, വിരഥ രഥം നഷ്ടപ്പെട്ട്, ഹതസാരഥി സാരഥി മരിച്ചു, രഥവും മരിച്ചു, അശ്വങ്ങളെയും കൊന്നു. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ചിക്ഷുരൻ അഭ്യധാവത് തതോ ദേവീം, തതഃ അനന്തരം ദേവീം അഭ്യധാവത്, നേരിട്ട് ചെന്നു, ദേവിയുടെ നേരിട്ട് ഓടിച്ചെന്നു എന്നാണ്. അഭ്യധാവത്, ദേവിയുടെ നേർക്ക് പാഞ്ഞു. ഖഡ്ഗചർമ്മധരോ അസുരഃ, സഹ അസുരഃ, അസുരൻ ഖഡ്ഗചർമ്മ ധരഃ, ഖഡ്ഗവും വാളും ചർമ്മവും ധരിച്ചുകൊണ്ട്, ചർമ്മം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറത്ത് രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ശത്രുവിൻ്റെ വെട്ട് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഇതാണ് ചർമ്മം എന്ന് പറയുന്നത്. ഖഡ്ഗചർമ്മ ധരഃ, ഖഡ്ഗവും ചർമ്മവും ധരിച്ചിട്ടുള്ളതായിട്ടുള്ള അസുരൻ ദേവിയുടെ നേർക്ക് പാഞ്ഞു ചെന്നു എന്നാണ്. ശ്രീശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക. ശ്രീശിവായ നമഃ.